ഹലോ ഗൈസ്, അനിമൻറ്റോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിൻ്റെ ചാപ്റ്ററായുള്ള 1190 മലയാളം എക്സ്പ്ലനേഷനാണ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ വീഡിയോയ്ക്ക് സൂപ്പർ താങ്ക്സ് ചെയ്ത ഒരാളെ മെൻഷൻ ചെയ്യാനുണ്ട്. നമ്മളുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള RC സ്പിരിറ്റ് വീണ്ടും 179 രൂപ സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് നന്ദിയുണ്ട് ബ്രോ, ഇങ്ങനെ കട്ട സപ്പോർട്ട് തന്ന് കൂടെ നിൽക്കുന്നതിന്. ഇതോടൊപ്പം തന്നെ എൻ്റെ എല്ലാ വൺ പീസ് വീഡിയോസിനും ലൈക്ക്, കമൻറ്റ്, ഷെയർ, ഹൈപ്പ് ഒക്കെ ചെയ്ത് നല്ല കട്ട സപ്പോർട്ട് തന്ന് കൂടെ നിൽക്കുന്ന എൻ്റെ മറ്റെല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു വലിയ നന്ദി. നമ്മളുടെ ഓരോ വൺ പീസ് വീഡിയോസിനും വ്യൂ എല്ലാം ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. സോ ഇതേ സപ്പോർട്ട് തുടർന്നും എന്നും നിങ്ങളുടെ അടുത്ത് നിന്ന് എനിക്ക് വേണം. പകരം എൻ്റെ മാക്സിമം പൊട്ടൻഷ്യലിൽ ഞാൻ ചാപ്റ്റേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. അതേപോലെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് നമ്മുടെ ചാനൽ 14,000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള പോയിന്റ് ക്രോസ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ഇനി ഈ വീഡിയോ കാണുന്നവരിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇനി ഒട്ടും തന്നെ സമയം കളയുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മുടെ കവർ ഫോട്ടോ എന്ന് പറയുന്നത് ഷാങ്ക്സ് മീൻ ഗ്രില്ല് ചെയ്യുന്ന ഒരു ചിത്രമാണ്. തൊട്ടടുത്തായിട്ട് ലൂഫി ഇരുന്ന് മീൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് കുറേ പൂച്ചകളും ഇങ്ങനെ കൊതി പിടിച്ച് നിൽക്കുന്നുണ്ട്. സോ ഇപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിന്റെ ലാസ്റ്റിൽ ഗബാന്റെ എൻട്രി ആണല്ലോ നമ്മൾ കണ്ടത്. ഇപ്പോഴാണ് നമ്മൾ കാണുന്നത് ഗബാൻ വന്ന് ഇമുവിന്റെ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ലൂഫിയെ ഇമു കുത്തി വെച്ചിരിക്കുന്ന ആ മരം ഉണ്ടല്ലോ, ആ മരം വെട്ടി പീസ് ആക്കിയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഇമുവുമായിട്ടൊരു കിടിലൻ ക്ലാഷ് തന്നെ നടന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ മുമ്പ് ഗബാൻ വെട്ടിയ ആ മരം പല പീസുകളായിട്ട് ഇപ്പോൾ ചിതറി പോകുന്നതും കാണാം. ലൂഫിയ കുത്തി വെച്ചിരുന്ന ആ കഷണമൊക്കെ ഇപ്പോൾ തെറിച്ചു പോയി അപ്പുറത്ത് വീഴുന്നുണ്ട്. അപ്പോൾ ലൂഫിയ കുത്തി വെച്ചിരിക്കുന്ന ആ 2 വാളുകളും ലൂസായി അങ്ങ് പോകുന്നുണ്ട്. ഇമു ഇങ്ങനെ കലിപ്പിൽ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗബാനാണെങ്കിൽ മഴുവൊക്കെ കറക്കി അടുത്തൊരു അറ്റാക്കിന് തയ്യാറാവുകയാണ്. ലൂഫി ആകെ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്നു. ഇപ്പോൾ ഗബാന് നേരെ ഇമു ആ മഴു വീശുന്നുണ്ട്. ഗബാൻ ഇപ്പോൾ പെട്ടെന്ന് മേലേക്ക് ജമ്പ് ചെയ്യുന്നു. ഇപ്പൊ അങ്ങനെ നിന്നുകൊണ്ട് ഇമുവിനെ നോക്കിയിട്ട് ഗബാൻ പറയുന്നുണ്ട്, ഓ എന്തൊരു ഭീകരമായിട്ടുള്ള രൂപം, ഈ സൈസിലുള്ള ഐറ്റംസ് ഒക്കെ ഈ ലോകത്തുണ്ടെന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇമു ഇപ്പോൾ ഗബാനോട് ചോദിക്കുന്നുണ്ട്, നീ ആരാണ്? ഈ ലോകത്തിനെ കുറിച്ചുള്ള പരിപാടികളൊക്കെ അറിയാവുന്ന ഒരാളാണെന്ന് കൂട്ടിക്കോ എന്നിപ്പോ ഗബാൻ പറയുന്നുണ്ട്. എന്നിട്ട് പുള്ളി ഇപ്പോൾ അവിടെ താഴേക്ക് ജമ്പ് ചെയ്തിട്ട് ഇമുവിനെ മൈൻഡ് ആക്കാതെ അപ്പുറത്ത് കിടക്കുന്ന ലൂഫിയുടെ അടുത്തേക്ക് പോകുന്നു. ലൂഫി അവിടെ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഇപ്പോൾ ഗബാൻ അവനെ വിളിക്കുന്നുണ്ട്, ഹേയ് അങ്ങോട്ട് എഴുന്നേക്ക് സ്ട്രോ ഹാറ്റ് ലൂഫി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ലൂഫിയുടെ കോളറിന് പിടിച്ചിട്ട് ഗബാൻ അവനെ പൊക്കി നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് പൊക്കി എടുത്തപ്പോഴത്തേക്ക് ലൂഫി പിന്നെ അവിടെ കിടന്ന വേദനയിൽ നിലവിളിക്കുന്നുണ്ട്. ഗബാൻ ഇപ്പോൾ തുടർന്ന് പറയുന്നുണ്ട്, ഹോ നീ എന്നെ നിരാശപ്പെടുത്തി ലൂഫി, എന്നെ പോലെ ഒരു പരിക്കേറ്റ കിളവൻ വന്ന് നിന്നെ രക്ഷിക്കേണ്ട അവസ്ഥയായിപ്പോ. പറയുമ്പോ എന്താ, അവന്റെ ഒരു വെള്ള നിക്ക ഫോമും പോരാത്തതിന് നീ ഇപ്പോ 4 എംപറേഴ്സിൽ ഒരാളും, ഇതൊക്കെ കൂടി ആയപ്പോ നിനക്ക് നീ എന്തോ വലിയ ആളാണെന്നുള്ളൊരു തോന്നലുണ്ടായിപ്പോയി. ആദ്യം നിലത്ത് നിൽക്കണം. ഇപ്പൊ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ലൂഫിയുടെ കഴുത്തിന് ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുകയല്ലേ ഗബാൻ. ഇപ്പോൾ ലൂഫിക്കാണെങ്കിൽ ആകെ വയ്യ. ലൂഫി ഇപ്പൊ പറയുന്നുണ്ട്, എടോ കിളവാ, എന്നെ ആദ്യം താഴെ ഇറക്ക്, എന്നെ ഒന്ന് വിട്, നിന്റെ പ്ലാൻ എന്താന്ന് പറ, ഇവിടെ കിടന്ന് ചാവാനാണോ എന്ന് ഗബാൻ ചോദിക്കുന്നുണ്ട്. ഞാൻ ചാവാനൊന്നും പോണില്ല, ഓ താനി പിടിവിട് എന്ന് ലൂഫി അവിടെ നിന്ന് പറയുന്നുണ്ട്. ഇപ്പൊ തന്നെ നീ ചത്തതിന് സമമാണ്. എടാ നീ മരിച്ച എന്താ സംഭവിക്കുക നിനക്കറിയോ എന്നിപ്പോ ഗബാൻ ലൂഫിയോട് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഇത് കേട്ടൊന്ന് ഷോക്കായിട്ട് ലൂഫി പറയുന്നുണ്ട്, അങ്ങനെ സംഭവിച്ച എനിക്ക് എന്റെ സുഹൃത്തിന്റെ രാജ്യം സംരക്ഷിക്കാൻ പറ്റാതെ വരും. ഗബാൻ ഇപ്പൊ പറയുന്നുണ്ട്, അതെ ശരിയാണ്, നീ ഇവിടം വരെ എത്തിച്ച നിന്റെ ക്രൂവിന്റെ അവസ്ഥയോ, നീ മരിച്ച അതെന്താവും? ലൂഫി ഇപ്പൊ പറയുന്നുണ്ട്, എല്ലാവരുടെയും ലൈഫ് അപകടത്തിലാവും. ഗബാൻ ഇപ്പൊ പറയുന്നുണ്ട്, വളരെ ശരിയാണ്. പിന്നെ ഒരു കാര്യം നിന്റെ ശ്രദ്ധയിലിരിക്കട്ടെ, ഈ കടലിലേക്ക് നീ ഒരു കപ്പലും എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോകും തോറും നീ എത്ര ഉയരം കീഴടക്കുന്നോ അത്രമാത്രം ശത്രുക്കളും നിനക്കുണ്ടായിക്കൊണ്ടിരിക്കും. ഏതൊരുവന്റെ മരണമാണോ മറ്റുള്ളവർ ആഘോഷമാക്കുന്നത് അവനായിരിക്കും പൈറേറ്റ് കിങ് എന്ന സ്ഥാനത്തിരിക്കുന്നവൻ. കാരണം എന്താണെന്നറിയോ, അവന്റെ മരണശേഷം ആ സിംഹാസനം പിടിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം പേരും. അതുകൊണ്ട് ഇങ്ങനെ ചിരിച്ചു കളിച്ച് സന്തോഷത്തിൽ സമാധാനത്തില് ആ പൈറേറ്റ് കിങ് എന്നുള്ള സ്ഥാനത്തിരിക്കാനാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ മൂട്ടിലെ പൊടിയും തട്ടി നീ നിന്റെ നാട്ടിലേക്ക് വിട്ടോ. കാരണം ആ സ്ഥാനത്തിരിക്കാൻ നിനക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞപ്പോൾ ഗബാൻ ലൂഫിയെ ദൂരേക്ക് വലിച്ചെറിയുന്നുണ്ട്. ഇങ്ങനെ തെറിച്ചു പോകുന്ന ലൂഫി ഇപ്പൊ കിടന്ന് അലറുന്നുണ്ട്. ഗബാൻ പറയുന്നുണ്ട്, എടാ പീറ ചെറുക്ക, നീ ഇനി ഇവിടെ കുറെ നേരം നിന്നാ എന്റെ ഈ ഫൈറ്റിന് നീ ചുമ്മാ ഒരു തടസ്സമാവത്തേ ഉള്ളൂ. സോ നമ്മുടെ ഗബാൻ നല്ല 4 തെറി പറഞ്ഞ് ലൂഫിയെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തതാണ്. അതേപോലെ തന്നെ ഇമുവിന്റെ അടുത്തും ദൂരേക്ക് വലിച്ചെറിയുകയും ചെയ്തു. തെറിച്ചു പോയി ഇപ്പൊ ഗ്രൗണ്ടിൽ വീണ ലൂഫി ഇപ്പൊ പറയുന്നുണ്ട്, പണ്ടാരോടങ്ങാൻ ആ കള്ളക്കിളവൻ ചുമ്മാ വായി തോന്നിയതെല്ലാം വിളിച്ചങ്ങ് പറയാ, നിക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. ഗബാൻ ഇപ്പോൾ ഇമുവിന് നേരെ ഒരു അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. മാൻഡിസ് ആക്സ് സ്റ്റൈൽ, മാൻഡിസ് പ്ലം, അതായത് പ്രേയിങ് മാൻഡിസ്, ഈ പച്ചക്കുതിര ഉണ്ടല്ലോ അതിന്റെ സ്റ്റൈലിൽ ഇങ്ങനെ കറങ്ങി വന്ന ആ 2 മഴുവും കൊണ്ട് ഇമുവിനെ അറ്റാക്ക് ചെയ്യുകയാണ്. ഇമു ഇപ്പോൾ കയ്യിലിരിക്കുന്ന വലിയ മഴു ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഈ അറ്റാക്ക് എല്ലാം തടുക്കുന്നുണ്ട്. ഇപ്പോൾ ഗബാന്റെ ഈ സില്ലി അറ്റാക്കൊക്കെ കണ്ടിട്ട് ഇമു ചോദിക്കുന്നുണ്ട്, നീ എന്താ ചുമ്മാ എൻ്റെ അടുത്ത് കുഞ്ഞു കളിക്കാൻ നിൽക്കുകയാണോ?
ഗബാൻ ഇപ്പൊ ഇമുവിനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ എന്താ ആ പയ്യനെ നിനക്ക് കൊല്ലണം അല്ലേ? അതെ, എനിക്ക് അവനെ കൊല്ലണം എന്ന് ഇമു പറയുന്നു. ലൂഫി ഇപ്പോഴും അവിടെ ദൂരെ മാറി ഇങ്ങനെ വേദന സഹിച്ച് കിടക്കുകയാണ്. ഇപ്പൊ ഇമുവിനെ വീണ്ടും ഒന്ന് പിരികേറ്റാൻ വേണ്ടിയിട്ട് ഗബാൻ ചോദിക്കുന്നുണ്ട്, ഹോ അവനെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ വെറി പിടിച്ചങ്ങ് നടക്കുക നീ അല്ലേ? അതെന്താ കാര്യം? അവന് ജോയ് ബോയുമായിട്ട് അത്രയ്ക്ക് വലിയ സാമ്യമുണ്ടോ? ഇപ്പോ ജോയ് ബോയിയെ പറ്റിയൊക്കെ ഗബാൻ പറയുന്നത് കേട്ടിട്ട് ഇമു ചോദിക്കുന്നുണ്ട്, ആരാ നീ? നിനക്ക് എന്നെ പറ്റി അറിയോ? ഇത്രയും ചോദിച്ചിട്ട് ഇമു ഇപ്പോൾ പുതിയൊരു സോഡ് സമ്മൺ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒമൻ ഫ്ലെയിംസ് ഒരു പാമ്പിന്റെ രൂപത്തിൽ ഇങ്ങനെ കൊടുത്തിട്ട് അത് വെച്ച് ഗബാനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ആ സോഡിന്റെ പേരാണ് ഹോനെബാമി ടോഷിറോ അഥവാ ടോഷിറോ ദ ബോൺ ഈറ്റർ. ഇപ്പൊ ആ സോഡ് വെച്ചിട്ട് ഗബാനെ അറ്റാക്ക് ചെയ്യുമ്പോഴും ഇമു വിളിച്ചു ചോദിക്കുന്നുണ്ട്, പറ നിനക്ക് എന്തൊക്കെ അറിയാം? ഗബാൻ ഇപ്പൊ പറയുന്നുണ്ട്, ജോയ് ബോയ് പറഞ്ഞ വാക്കുകൾ അതിനെപ്പറ്റി എനിക്കറിയാം. പക്ഷേ നീ തെറ്റിദ്ധരിക്കണ്ട, ഞങ്ങൾക്ക് ഒരു പരിചയവും ഇല്ലാത്ത പണ്ടെങ്ങോ ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ വാക്കുകളെ ഫോളോ ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ ഞങ്ങളുടെ ക്യാപ്റ്റന്റെ സ്വപ്നം അത് യാഥാർത്ഥ്യമായി കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇപ്പൊ ഇമു ഇങ്ങനെ ചുമച്ച് നിൽക്കുന്നുണ്ട്. ഇമു ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ക്യാപ്റ്റനോ? ഇപ്പൊ അവിടെ തറയിൽ കിടക്കുന്ന ലൂഫി ഇങ്ങനെ പറയുന്നുണ്ട്, നാശം പിടിക്കാൻ ആ കള്ളക്കളവൻ എന്നെ ശരിക്ക് കളിയാക്കി. എന്റെ മുറിവുകളൊക്കെ ഒന്ന് പെട്ടെന്ന് ഹീലായിരുന്നെങ്കിൽ ഹീലാവ്, താൽക്കാലികമായിട്ടെങ്കിലും ഒന്ന് ഹീലാവ് പ്ലീസ് എന്നൊക്കെ ലൂഫി അവിടെ കിടന്ന് പറയുന്നുണ്ട്. ഗിയർ 5ന്റെ എബിലിറ്റി വെച്ചിട്ട് ഇമാജിനേഷൻ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ലൂഫിക്ക് പറ്റുമല്ലോ, അതുപോലെ ഇപ്പൊ മുറിവ് ഹീലാക്കാൻ നോക്കുകയാണെന്ന് തോന്നുന്നു. ഇമു ഇപ്പോ ഗബാനോട് ചോദിക്കുന്നുണ്ട്, ആരാണ് നിന്റെ ആ ക്യാപ്റ്റൻ? ഗബാൻ ഇപ്പൊ പറയുന്നുണ്ട്, പൈറേറ്റ് കിങ് ഗോൾ ഡി റോജർ. പെട്ടെന്ന് ഈ പേര് കേട്ടപ്പോൾ ഇമു ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. അതായത് ആ MD ത്രോണിലിരുന്നിട്ട് ഇമു 5 എൽഡേഴ്സിനോട് സംസാരിക്കുന്ന ഒരു രംഗം. ഇമു ഇപ്പോൾ അവരോടായിട്ട് പറയുന്നുണ്ട്, എന്തൊരു നാണക്കേടാണിത്. ഡി ക്ലാനിലെ ഒരുത്തനെയാണ് ഇപ്പോൾ പൈറേറ്റ് കിങ് എന്ന് പറഞ്ഞ് ഈ ലോകം കൊണ്ടാടുന്നത്. അവൻ്റെ ആ പേര് അത് ഈ ലോകം മുഴുവൻ പരക്കാൻ പാടില്ല. 5 എൽഡേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ ഉത്തരവ് പോലെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഗോൾഡ് റോജർ ആയത്. സോ ഇപ്പോൾ പ്രസന്റിലേക്ക് വരുന്നുണ്ട്. ഇമു ഗബാനോട് ചോദിക്കുന്നു, ഓഹോ അപ്പോൾ ഈ ലോകത്തെ ഒരു ഗ്രേറ്റ് പൈറേറ്റ് എറ തുടങ്ങി വെച്ചിട്ട് പോയാ അവൻ്റെ കൂട്ടത്തിൽ അവശേഷിക്കുന്നവരിൽ ഒരുത്തനാണ് നീ അല്ലേ? പക്ഷെ നീ എന്തിനാ ഈ സ്ട്രോ ഹാറ്റ് ലൂഫിയെ സംരക്ഷിക്കാൻ നിൽക്കുന്നത്? ഗബാൻ ഇപ്പോൾ പറയുന്നുണ്ട്, കാരണം നീ അവനെ കൊല്ലാൻ നല്ല പോലെ ഇപ്പോൾ പരിശ്രമിക്കുന്നുണ്ട്. നീ അവനെ ഒരു വലിയ ഭീഷണിയായിട്ട് കാണുന്നു എന്നുള്ളതിന് അതിലും വലിയ എന്ത് തെളിവാണ് വേണ്ടത്? സോ ഇപ്പോൾ ഗബാൻ റോജർ പറഞ്ഞ ആ വാക്കുകളെ പറ്റി ഓർക്കുകയാണ്. അതായത് ഒരുത്തൻ ഭാവിയിൽ ജനിക്കും, അവൻ നമ്മളെ എല്ലാം കടത്തിവെട്ടും, നമ്മുടെ വരവ് കുറച്ച് നേരത്തെ ആയിപ്പോയി. സോ ഇപ്പോൾ റോജറിനൊപ്പം തന്നെ റെയിലിയെയും ക്രോക്കസിനെയും ഷാങ്സിനെയും ഓടനെയും വൈറ്റ് ബിയേഡിനെയും പറ്റി ഒക്കെ മനസ്സിൽ ചിന്തിച്ചിട്ട് ഗബാൻ പറയുന്നുണ്ട്, ഞങ്ങളെല്ലാവരും കാത്തിരുന്ന ആ പയ്യൻ അത് ഇവനാണെന്ന് മനസ്സിലാക്കാൻ ഇതിലും വലിയ എന്ത് തെളിവാണ് വേണ്ടത്? ലൂഫി ഇപ്പോഴും അവിടെ ഇങ്ങനെ കതച്ച് കിടക്കുകയാണ്. ഇമു ഇപ്പോൾ വീണ്ടും ആ വിരലിങ്ങനെ മടക്കി എയിം ചെയ്ത് ഓമൻ ഫ്ലെയിംസ് വെച്ചുള്ള അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. കൂടെ തന്നെ ഇമു പറയുന്നുണ്ട്, നമ്മളൊക്കെ വെറും മണ്ടന്മാരായിട്ടാ യാദർച്ഛികമായിട്ട് നടന്ന കുറച്ച് സംഭവങ്ങളെ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് എന്തോ വലിയ വിധിയുടെ വിളയാട്ടമാണ്, തീരുമാനമാണെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത്. എന്തായാലും നമ്മൾ രണ്ടു കൂട്ടുകാരുടെ സംശയം ഇവിടെ വെച്ചങ്ങ് തീർത്തേക്കാം എന്ന് പറഞ്ഞിട്ട് ആ ടോക്കിംഗ് ഫ്ലെയിംസ് ഇമു ഇപ്പോൾ ലൂഫിയുടെ നെഞ്ചിന് നേരെയാണ് വിട്ടിരിക്കുന്നത്. അടുത്തതൊരു വലിയ അറ്റാക്കാണെന്ന് മനസ്സിലാക്കിയ ഗബാൻ നിർത്തടാ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവിടുന്ന് ജമ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ ചാടി എയറിൽ നിൽക്കുന്ന ഗബാൻ ആ 2 മഴുവും കൊണ്ട് അടുത്തൊരു അറ്റാക്കിന് തയ്യാറെടുക്കുകയാണ്. ഗബാൻ പറയുന്നുണ്ട്, ട്രഷർ ട്രീ ആഡം എന്നോട് ക്ഷമിക്ക്, നിന്നെ എൻ്റെ മഴുവിന് ഭക്ഷണമാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ചെയ്തല്ലേ പറ്റൂ. സോ ഗബാൻ ഇപ്പോൾ നല്ല എമൗണ്ട് ഓഫ് ഹാക്കിയൊക്കെ കമ്പൈൻ ചെയ്ത് എന്തോ വലിയൊരു അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ഗബാൻ ഇപ്പോൾ പറയുന്നുണ്ട്, ഓ നാശം, ജോയിന്റിനൊക്കെ നല്ല വേദന, പ്രായമായി എൻ്റെ ശരീരം ആകെ കോടാലിയായിട്ടുണ്ട്. ലൂഫി ഇപ്പോഴും ഗബാൻ അവനെ ആ കളിയാക്കിയതിൻ്റെ ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവനിപ്പോൾ പതുക്കെ ഇങ്ങനെ എഴുന്നേക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആ പന്ന കിളവൻ, അയാളിനി റെയിലിയുടെ ക്രൂമേറ്റ് അല്ല, ആരായാലും ഞാൻ അങ്ങനോട് ക്ഷമിക്കാൻ പോകുന്നില്ല. സോ ഇമു ഇപ്പോൾ സ്റ്റിഗ്മ എന്ന് പറഞ്ഞ് ലൂഫിക്ക് നേരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ഗബാൻ മുകളിൽ നിന്ന് ഡിവൈൻ ഗേറ്റ് എന്നും പറഞ്ഞൊരു പണ്ടാരം അറ്റാക്ക് അങ്ങ് ചെയ്തിട്ടുണ്ട്. ഹാക്കി എന്ന് വെച്ചാൽ എജ്ജാതി ഹാക്കി, സംഭവം അഡ്വാൻസ്ഡ് കോൺകൊറേഴ്സ് ആണ്. ഇമു ആ നിൽക്കുന്ന സൈഡിലെ ആദം ട്രീയുടെ ഒരു വലിയ ഭാഗം തന്നെ മുറിഞ്ഞു പോയി വീഴുന്നുണ്ട്. ഇമു ഇപ്പോൾ ചുറ്റും ആ ഒമൻ ഫ്ലെയിം വെച്ചിട്ട് ഒരു ബാരിയർ തന്നെ ഉണ്ടാക്കിയിട്ട് ഈ വമ്പൻ ഹാക്കി അറ്റാക്ക് തടുക്കുന്നുണ്ട്. ആദം ട്രീയുടെ ആ മുറിഞ്ഞ സെക്ഷനും ഇങ്ങനെ മറിഞ്ഞ് താഴേക്ക് വീഴുകയാണ്. ചുമ്മാതല്ല ഗബാനെ മൗണ്ടൻ ഈറ്റർ എന്ന് വിളിക്കുന്നത്. ഇമു ഇപ്പോൾ ഗബാനോട് ചോദിക്കുന്നുണ്ട്, വയസ്സായാലും ഇപ്പോഴും ആ പൈറേറ്റ് കിങ്ങിന്റെ ക്രൂ മെമ്പർ ആണെന്നാണ് നിന്റെ വിചാരം അല്ലേ? ഈ കിടക്കുന്ന ചെക്കനെ പറ്റി നീ ചിന്തിച്ചു വെച്ചിരിക്കുന്നതൊക്കെ ശരിയാണെന്ന് നീ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? ഗബാൻ പറയുന്നുണ്ട്, നീയും അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ഒരു ഫൈറ്റ് നടക്കുന്നത് തന്നെ. ഗബാൻ ഇപ്പോൾ യാച്ചി ടക്കേരു എന്ന് പറഞ്ഞൊരു അറ്റാക്ക് ആ 2 മഴുവും കൊണ്ട് ചെയ്യുന്നുണ്ട്.
ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ലൈറ്റർ വേർഷൻ ഓറസ്റ്റ് കൊട്ടാരത്തിൽ വെച്ചിട്ട് സോറോയ്ക്ക് ലൂഫിക്ക് നേരെ ഗബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. യാസോ ടക്കേരു സ്ട്രൈക്ക് ഓഫ് 80 ജനറൽസ് എന്നായിരുന്നു അതിൻ്റെ ട്രാൻസ്ലേഷൻ. ഇപ്പോൾ ഇമുവിന് നേരെ ഗബാൻ ചെയ്തിരിക്കുന്ന ഈ യാച്ചി ടക്കേരു ഇതിൻ്റെ ട്രാൻസ്ലേഷൻ വരുന്നത് സ്ട്രൈക്ക് ഓഫ് 8000 ജനറൽസ് എന്നാണ്. അതായത് ഗബാൻ ലൂഫിക്ക് നേരെ അവിടെ ചെയ്ത അറ്റാക്ക് ആ ഓറസ്റ്റ് കൊട്ടാരത്തിൻ്റെ ആ ടോപ്പ് ഭാഗം തന്നെ സ്പ്ലിറ്റ് ആക്കി കളഞ്ഞ അത്രയും വലിയൊരു അറ്റാക്കിൻ്റെ 100 മടങ്ങ് ലെവലിലുള്ള അറ്റാക്കാണ് ഇവിടെ ഇമുവിന് നേരെ ചെയ്തിരിക്കുന്നത്. ഇമു ആണെങ്കിലും ഇപ്പോൾ ഹോനെ ബാമി അതായത് ബോൺ ഈറ്റർ എന്ന് പറയുന്ന ആ സോഡ് കൊണ്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇമു ഇപ്പോൾ വീണ്ടും ആ ഒമൻ ഫ്ലെയിംസിന്റെ ബാരിയർ വെച്ചിട്ട് ഗബാന്റെ അറ്റാക്ക് തടുക്കുന്നു. എന്നിട്ടും ഇമുവിന്റെ നെറ്റിക്കും മുഖത്തും ഒക്കെ ഇപ്പോൾ മുറിവ് വീണിട്ടുണ്ട് ആ സ്ലാഷിന്റെ. സോ ഇപ്പോൾ അണ്ടർവേൾഡിലേക്ക് ആദം ട്രീയുടെ ആ വലിയൊരു മുറിച്ചിട്ട കഷണം വന്ന് വീഴുകയാണ്. ഇപ്പോൾ ആ ശബ്ദം കേട്ടിട്ട് ഇവിടെ സണ്ടർലമിൽ ലോക്കിയുടെ അടുത്ത് നിൽക്കുന്ന ആ സ്ട്രോ ഹാറ്റ്സ് ഒക്കെ ഇങ്ങനെ ഞെട്ടുന്നുണ്ട്. ഉസോപ്പ് ആണെങ്കിലും ഇപ്പോൾ എന്തോ ഇങ്ങനെ സെൻസ് ചെയ്ത പോലെ പറയുന്നു. ഇപ്പോൾ നാമി ആണെങ്കിലും ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി, ലൂഫിയാണോ അത്? ഉസോപ്പ് ഇപ്പോൾ പറയുന്നുണ്ട്, അല്ല അത് ലൂഫി അല്ല, അത് അസാമാന്യ ശക്തിയുള്ള മറ്റാരോ ഒരാളാണ്. അതിപ്പോൾ ആരാന്നുള്ള രീതിയിൽ നാമി ഇങ്ങനെ അന്തിച്ച് നിൽക്കുന്നുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഉസോപ്പിൻ്റെ ഒബ്സർവേഷൻ ഇങ്ങനെ കൂടി വരുന്നു. ഇപ്പോൾ അണ്ടർവേൾഡിലേക്ക് വന്ന് വീണ ആഡം ട്രീയുടെ മുകളിൽ ഇങ്ങനെ ചലനമറ്റ രീതിയിൽ ഗബാൻ കിടക്കുകയാണ്. ഇമുവിൻ്റെ അറ്റാക്കിൽ പുള്ളിക്കാരൻ്റെ ഇടത്തെ കൈ അറ്റുപോയി, അതിപ്പോൾ അവിടെ സൈഡിൽ കിടപ്പുണ്ട്. ഇപ്പം നമുക്ക് ലൂഫിയെ കാണാം ആൻഡ് ഓൾമോസ്റ്റ് അവൻ്റെ ആ മുറിവുകളൊക്കെ ഹീലായിട്ടുണ്ട്. സോ ഗിയർ 5 ഒരു ടെമ്പററി ഹീലിംഗ് എബിലിറ്റി ഉണ്ടോ എന്താണെന്നറിയില്ല. എന്തായാലും ഇപ്പോൾ ഗബാൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് എടോ കിളോ നിങ്ങൾക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചാൽ ലൂഫി ഇങ്ങനെ ഷോക്കായി നിൽക്കുന്നിടത്ത് നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അപ്പോൾ എന്താകും ഈ ബാറ്റിലിൻ്റെ വിധി എന്ന് നമുക്ക് അടുത്ത ആഴ്ച അറിയാൻ പറ്റില്ല. അടുത്ത ആഴ്ച ഒരു ബ്രേക്ക് ഉണ്ട്. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബ്രേക്കൊക്കെ കഴിഞ്ഞ് അടുത്തൊരു ചാപ്റ്ററുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.